ഗായ്സ്, അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങള് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, പുളിയോദരയാണ്. അപ്പൊ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, അതൊരു തമിഴ്നാട് ഡിഷാണ് കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചെന്നാ പിന്നെ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന്. പിന്നെ എന്റെ അമ്മ വീഡിയോസിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്, എപ്പോഴും പറയും വീഡിയോ എടുക്കണം വരില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഏതാ പിന്നെ അമ്മയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് വലിയ റെസിപ്പി ആയിട്ട് ഞാൻ ഒരു വലിയ കുക്കിംഗ് വ്ളോഗ് പോലെ ഒന്നും കാണിക്കുന്നില്ല, എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റത്ത പോലെ കാണിച്ചു തരാം കേട്ടോ. അമ്മ അകത്തുണ്ട്, അപ്പൊ അമ്മ എടുത്ത് ചോദിച്ചേക്കാം. ഉണ്ടാക്കാൻ പോവാ നമുക്കെന്നാ. വാ, വീഡിയോയിൽ നിൽക്കുവോ? പിന്നെ ഫേസ് കാണിക്കാതെ വീഡിയോ വന്നിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് കുറച്ച് സംഭവങ്ങൾ വേണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ വേണമെന്ന്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇത് മല്ലിയാണ് കേട്ടോ, മൊത്തമായിട്ടുള്ള മല്ലി, പൊടിക്കാത്ത മല്ലി അല്ലേ. പിന്നെ ഉലുവ വേണം. പിന്നെ ഇത് കായമാണ് കേട്ടോ, കായം പീസാണ്. നമ്മൾ പൗഡർ വേണ്ടവർക്ക് പൗഡർ യൂസ് ചെയ്യാം, ഞങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടം. പൗഡറിൽ എപ്പോഴും നമുക്കൊരു സ്മെല്ല് കിട്ടും പോലെ തോന്നാറില്ല, അപ്പം ഞാൻ എപ്പോഴും ഇതാണ് വാങ്ങാറ് കേട്ടോ. പിന്നുള്ളത് നിലക്കടലയാണ്. ഇത് റോ ആണ് കേട്ടോ, വറുത്തൊന്നും അല്ല, ഇത് റോ ആയിട്ടുള്ള നിലക്കടലയാണ്. പിന്നുള്ളത് കുറച്ച് പരിപ്പാണ്, കടലപ്പരിപ്പാണ് വേണ്ടത്, പക്ഷെ നമ്മുടെ കയ്യിൽ ഈ പരിപ്പേ ഉള്ളൂ. പിന്നെ വേണ്ടത് ചുവന്ന മുളകാണ്. ഇത് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പം എനിക്ക് 2 ഒന്നും പോരാ, എനിക്ക് കുറച്ചുകൂടെ വേണം. അപ്പൊ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ എൻ്റെ സൗണ്ട് ഭയങ്കര വൃത്തികേടുണ്ട്, നിങ്ങൾ വിചാരിക്കരുത് എന്നെ റിയൽ സൗണ്ടാണ്. ഇതെൻ്റെ ജലദോഷം വന്ന സൗണ്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലും വൃത്തികേടാണ്. വേണ്ട എന്താന്ന് വെച്ചാൽ മുളകാണ്. മുളക് ആദ്യം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ എണ്ണയില്ലാതെ നമ്മൾ ജസ്റ്റ് മല്ലിയും മുളകും കൂടെ നമ്മൾ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ, എന്നാലേ മണം ഉണ്ടാവുള്ളൂ. എണ്ണ യൂസ് ചെയ്യരുത്. ആ മല്ലി നമ്മൾ വറുത്ത് കോരി എടുക്കണം കേട്ടോ. പിന്നെ കരിയാതെ തന്നെ ഒരുവിധം കുറച്ച് ഒരു 2-3 ഒരു 10 സെക്കൻഡൊക്കെ വറുത്താൽ മതിയാവുമ്പോൾ കരിയുന്നു തോന്നുമ്പോഴേക്കും എടുക്കണം, കരിഞ്ഞ ടേസ്റ്റ് അതിൻ്റെ പോവും. പിന്നെ നമ്മൾ ഉലുവയാണ് കേട്ടോ ഇവിടെ ഇട്ടത്. ഉലുവ അതേപോലെ തന്നെ എണ്ണയില്ലാതെ വറുത്തെടുക്കണം. അതും അതുപോലെ നല്ലതായിട്ട് കരിയരുത്, പക്ഷെ ഉലുവ കുറച്ചൊരു റെഡ് കളർ ആവാൻ വരെ വറുക്കണം, എന്നാലും ഉലുവയുടെ ഒരു മണം ഉണ്ടാവുള്ളൂ. പക്ഷെ കരിയാതെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഉലുവയും വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും അയണിന്റെ ചട്ടിയിൽ കുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ഹെൽത്തിന്. നമ്മൾ കൂടുതൽ ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ അല്ലേ. ഉപ്പേരികളൊക്കെ തന്നെ ഉപ്പേരിയൊക്കെ തന്നെ ഉണ്ടാക്കാൻ ക്യാമറ നോക്കാതെ പറയുന്നത് വേറെ ഒന്നുമല്ല കാര്യം, ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപ്പാണ് കാണിച്ചുതരാം. കടലപ്പരിപ്പാണ് സാധാരണ ഇതിലിടാറ്, പക്ഷെ നമ്മുടെ ഈ കടലപ്പരിപ്പ് നമുക്ക് സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ തൂരപ്പരിപ്പ് വെച്ചിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ കടലപ്പരിപ്പ്, തൂരപ്പരിപ്പ്, അങ്ങനെ കുറെ ടൈപ്പ് പരിപ്പുണ്ട്. അങ്ങനെ പരിപ്പ് വറുത്ത് കോരിയതാണ് കേട്ടോ. ഇടാം, സെപ്പറേറ്റ് ആണെങ്കിലും ഇടാം, ഒരുമിച്ച് ആണെങ്കിലും വറുത്ത് കോരി എടുക്കാം. ഓക്കെ, അപ്പോ പരിപ്പ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. അത് നമ്മൾ കരിയാതെ തന്നെ വലിയ റെഡ് കളർ ആവാൻ നിൽക്കരുത് കേട്ടോ. പരിപ്പ് റെഡ് കളർ ആയ ടേസ്റ്റ് മാറും. നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ വറക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഓരോന്നിനും ഓരോ ചൂടാണ് വേണ്ടത്. ഉലുവയൊക്കെ കുറച്ച് നന്നായിട്ട് ഫ്രൈ ആവണം, പക്ഷെ പരിപ്പ് അത്രയ്ക്ക് ആവരുത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഇട്ടത് കേട്ടോ. പിന്നെ ഉള്ളത് കായമാണ് കേട്ടോ. അപ്പൊ കായം നമ്മളിങ്ങനെ എണ്ണയില്ലാതെ തന്നെ വറുക്കുന്നത്. എണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, എണ്ണയില്ലാതെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതാക്കാം ചൂടുവെള്ളത്തിലിടാല്ലേ. അതിനേക്കാളും നല്ലത് വറുത്ത് പൊടിക്കുന്നതാണ് ഗൈസ്. കരിയും. പിന്നെ നമ്മൾ അയണിന്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിക്കും, നല്ലതായിട്ട് ചൂടാവും. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമുണ്ട്, അതാണ്
പുളിയാണ് നമ്മൾ മറന്നുപോയൊരു സാധനമായിരുന്നു കേട്ടോ. പുളിയോദരിയിൽ പുളി വേണം, എന്നാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇത്രയും വേണം കേട്ടോ, അത്യാവശ്യം ഇത്രയെങ്കിലും വേണം. എന്നിട്ട് ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം, എന്നിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം, എന്നാലേ പിഴിയാൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് നോൺ സ്റ്റിക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ഗൈസ്. വേറൊന്നുമല്ല, നമ്മളെ അയണിന്റെ ചട്ടി ഇപ്പൊ ഉള്ളത് ചെറുതാണ്. അപ്പൊ അതിൽ നമുക്ക് ഈ ഇത്രയും സാധനങ്ങൾ ഇട്ട് ഇളക്കാൻ പാടായിരിക്കും. പിന്നുള്ളത് ഭയങ്കര വലുതാണ്, അപ്പൊ അത്രയും വലുത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇതൊരു മീഡിയം സൈസ് നമ്മൾ നോൺ സ്റ്റിക്ക് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ എപ്പോഴും നമ്മൾ അയണിൽ കുക്ക് ചെയ്യണതാണ് ബെറ്റർ അല്ലേ? യെസ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. നല്ലെണ്ണയിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നല്ലെണ്ണയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് ഒഴിക്കാം. അപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒഴിക്കും. പക്ഷെ രണ്ടെണ്ണം മിക്സ് ചെയ്ത് ഒഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോഴും നല്ലെണ്ണയിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു ഡിഷ്. പക്ഷെ നമ്മളിവിടെ വെളിച്ചെണ്ണ എടുക്കണം, കാരണം എല്ലാവർക്കും നല്ലെണ്ണ ഇഷ്ടമാവില്ല അതിന്റെ സ്മെല്ല്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. വേണമെങ്കിൽ കുറച്ചൊരു നല്ലെണ്ണ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ. പക്ഷെ ഇതിന്റെ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലെണ്ണ തന്നെ വേണം. ഉള്ള സംഭവങ്ങളില്ലേ, മല്ലി, പരിപ്പ്, മുളക്, കായം, വറുത്ത് വെച്ച സംഭവങ്ങള്, മല്ലി, പരിപ്പ്, മുളക്, കായം, ഇതെല്ലാം കൂടെ നമ്മൾ പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ പൊടിച്ചതാണ് കേട്ടോ. ഇത് നേരത്തെ വറുത്ത് വെച്ച പരിപ്പ്, മല്ലി, മുളക്, കായം, ഇതെല്ലാം കൂടെ പൊടിച്ചതാണ് ഈ പൗഡർ. പൊടിച്ച് നമ്മളത് മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇനിയാണ് റിയൽ കുക്കിംഗ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ കടുകാണ് ഇട്ടിടുന്നത്. കടുക് പൊട്ടിക്കണം. കടുകും കറിവേപ്പില കടുകും മുളകുമാണ് നമ്മൾ അറിയില്ല. അങ്ങനെയല്ല, ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇത്. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് അറിയില്ലാന്ന്. ഞാൻ നല്ലതായിട്ട് ഉണ്ടാക്കും. ഇനിയിപ്പം അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇട്ടത് നിലക്കടലയാണ് കേട്ടോ. കടുക് പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ മുളകുണ്ട്, നിലക്കടലയുണ്ട്. നിലക്കടല പച്ചയായിട്ടാണ്, റോ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. എന്ന് വെച്ചാൽ ഫ്രൈ ആക്കാത്ത നിലക്കടലയാണ്. എന്നാലും അതിന്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് യൂസ് ചെയ്യുന്നത്. നിലക്കടല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് ഇത്. ഒറ്റ ഇരിപ്പിന് 1 കിലോ തീർക്കും കഴിയും. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷെ എനിക്ക് റോ ആയിട്ടുള്ളത് ഇഷ്ടമാണ്. എനിക്ക് ഫ്രൈ ആയിട്ട് വരുന്നതാണ് ഇഷ്ടമല്ലാത്തത്. പിന്നെ നമ്മൾ ഇതിൽ പൊരികടല ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊരികടല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. അത് ഒരു പൊരികടലയാണ്, കടലയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുളി പിഴിഞ്ഞൊഴിക്കാൻ പോവുകയാണ് കേട്ടോ. പുളി ഒഴിക്കുന്ന സീനാണിത്. പുളിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നല്ല കട്ടിക്ക് തന്നെ പിഴിയണം. നമ്മൾക്ക് നല്ല കട്ടി വേണം കേട്ടോ. നമ്മൾ വെള്ളം പോലെ ആവരുത്, നല്ല ലൂസ് ആവരുത്, നല്ല കട്ടിക്ക് തന്നെ പുളി ഒഴിക്കണം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഉഴുന്നാണ് കേട്ടോ, വെള്ള ഉഴുന്നാണ്. സാധാരണ ഉഴുന്നില്ലേ, അപ്പൊ ഉഴുന്നാണ്. നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോയതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു ഉഴുന്നും കൂടെ നമ്മൾ ആഡ് ചെയ്ത്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച സംഭവങ്ങളില്ലേ, പരിപ്പും, മുളക്, മല്ലി, കായം, ഇതെല്ലാം ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഉഴുന്നും കൂടെ നമ്മൾ വറുത്ത് പൊടിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ വിട്ടുപോയതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി കുറച്ച് നല്ലതുപോലെ ഇടണം കേട്ടോ, എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇപ്പൊ നമ്മൾ ഉഴുന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതില്. അപ്പൊ ആ ഒരു പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉപ്പ്. നമ്മൾ എപ്പോഴും ലാസ്റ്റ് ഇടുള്ളൂ. ഇത് നല്ലതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഉപ്പ് ഇടുള്ളൂ കേട്ടോ. ഇപ്പൊ തന്നെ നമ്മൾ ഉപ്പ് ഇടില്ല, കുറച്ചുകൂടെ നമ്മൾ എണ്ണ ആഡ് ചെയ്യും. നമ്മൾ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിക്കാൻ പോകണം കേട്ടോ. നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി, കുറെ ഒഴിക്കരുത്. നല്ലെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ടേസ്റ്റ് എല്ലാവർക്കും അത് ഇഷ്ടാവില്ല, അപ്പൊ അതുകൊണ്ടാണ്.
എണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ആവണം കേട്ടോ. ഇങ്ങനെ ഭയങ്കര കട്ടിക്ക് ഗ്രേവി പോലെ വരണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ഉപ്പിടാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ഉപ്പിടരുത് ഒരിക്കലും. ഗായ്സ്, ഇത് നമ്മൾ ശുദ്ധമായ നല്ലെണ്ണയാണെന്ന് പറയാൻ പറഞ്ഞു. ശുദ്ധമാണ് നല്ലെണ്ണ. ഇത് നമ്മള് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചോറ് ബസ്മതി റൈസ് ഇടാം, പനീർ റൈസ് ഇടാം, സാധാരണ നമുക്ക് എങ്ങനത്തെ ചോറ് വേണമെങ്കിലും ആഡ് ചെയ്യട്ടെ. കൂടുതലും തമിഴ്നാട്ടിലൊക്കെ ഇല്ല റൈസ്, ആ റൈസ് അല്ലെങ്കിൽ ബസ്മതി റൈസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ സാധാരണ ചോറിലാണ് എനിക്ക് ഇഷ്ടം. ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അങ്ങനെയാണ്. അപ്പൊ കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മള് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറാണ് ആഡ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല ഈ കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് ഇതുവരെ കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ടുള്ള ശീലമൊന്നുമില്ല. അപ്പോൾ ഓർഡർ ആയിട്ടൊന്നും ആയിരിക്കില്ല. അപ്പൊ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അല്ലേ. ചോദിച്ചത് മാത്രമേ പറയുള്ളൂ. നമ്മളിങ്ങനെ ഇടയ്ക്കിടെ ചോദിക്കാം അല്ലേ അല്ലേ. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇതെപ്പോഴും ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് തണുത്തിട്ട് കഴിക്കാനാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടം. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു രാവിലെ ഉണ്ടാക്കി ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കഴിക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പൊ നമ്മള് ഓഫ് ചെയ്തിട്ട് നമ്മുടെ സംഭവം റെഡി ആയിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മളുടെ പുളിയോഗരം. ആൻഡ് ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പുളിയോഗരം. നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ നമ്മുടെ പുളിയോഗരം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മളിനി കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് ബാക്കി ഇതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വണ്ടർഫുള്ളാണ് ഗൈസ്. ഞങ്ങൾ ഉണ്ടാക്കിയതൊന്നും പറയില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടാം. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുക്കിംഗ് വീഡിയോ ചെയ്ത് ഞങ്ങൾക്ക് ശീലമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഭയങ്കര മെസ്സായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പം അമ്മേനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. വരാം. ഞാൻ അത് കഴിച്ച് തീർക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.